ഞങ്ങൾ പതി ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക ചേച്ചി. മണ്ണൊക്കെ മാറ്റി വഴി ക്ലിയർ ആക്കിയെന്ന് ന്യൂസിൽ കണ്ടു. വഴിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. നീ മഴ മാറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഇവിടെ ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറപ്പെട്ട രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ എത്താം. ആ, ഒറ്റയ്ക്കല്ലല്ലോ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ചേച്ചി, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ശരി, നീ എന്തായാലും പറ്റുമ്പോഴൊക്കെ വിളിക്കുക കേട്ടോ. പിന്നെ നീ ഇടയ്ക്ക് അച്ഛനെ ഒന്ന് വിളിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് അച്ഛന് വിശ്വാസം വന്നിട്ടില്ല കേട്ടോ. വിളിക്കാൻ ചേച്ചി. സൂക്ഷിക്കണം, നീ ഇടയ്ക്ക് വിളിക്കുക കേട്ടോ. ഫോൺ കംപ്ലൈന്റ് ചേച്ചി. കംപ്ലൈൻ്റ് ഒക്കെ നമുക്ക് വന്നിട്ട് ശരിയാക്കാം. ശരി, ഞാൻ വിളിക്കാട്ടോ. ശരി മോളെ. ആരാ? ത്രിവേണിയാണോ വിളിച്ചേ? ആ, ഓക്കെയാണോ? അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് പൈസ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. വേണ്ട, അവളുടെ കയ്യിൽ കാശുണ്ട്. അവര് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇങ്ങോട്ട് തിരിച്ചെന്നാ പറഞ്ഞു. ആ, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. നീ താഴത്തോട്ടോ, ഫുഡ് എന്തെങ്കിലും കഴിക്കാം. ഞാൻ വന്നോളാം. ടൂ വീലറിന് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. കാറും ബസ്സൊക്കെ പോകണമെങ്കിൽ 2 ദിവസം എടുക്കും. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതിയോ? പോരാ, ഞാൻ ഇപ്പൊ ചേച്ചിയെ വിളിച്ച് പറഞ്ഞാലേ ഉള്ളൂ. എനിക്കും തന്നെ പോണം. ഞാൻ ബൈക്കിലാണ് വന്നത്. ഇല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 ഡേയ്സ് കഴിഞ്ഞിട്ട് പതുക്കെ പോവാം. റൂം വെക്കേറ്റ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ഏയ്, അതൊന്നും വേണ്ട. 2 വീലർ എങ്കിൽ 2 വീലർ. എനിക്ക് വേഗം വീട്ടിൽ പോണം. എന്നോക്കെ റെഡി ആയി ഇറങ്ങാം. ത്രിവേണി അർജുനും ഒളിച്ചോടി പോയി കാണുമോ? രണ്ടുപേരും ബാഗും കൊണ്ടാ പോയത്. എന്തായാലും കിഷോറേട്ടൻ ചിലപ്പോ അതിന് സപ്പോർട്ടായിരിക്കുമോ? ആരുടെ കയ്യിൽ നിന്ന് അടുത്ത പണി വാങ്ങാനുള്ള ആലോചനയില്ല? ഓ, വലിയ തമാശ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഈ സിനിമയിലെ നായകന്റെ കള്ളത്തരം പൊളിക്കാൻ ഒരു കോമഡി പീസ് ഉണ്ടാവുമല്ലോ. അയാൾ പറയുന്നതൊക്കെ സത്യമായിരിക്കും. പക്ഷേ സിനിമ തീരുന്നവരെ അയാളെ ആരും വിശ്വസിക്കൂല. ശരിയല്ലേ? സിനിമയിലെ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിപ്പൊ പറയാനുള്ള കാരണം എന്താ? അതെനിക്ക് മനസ്സിലായി. ത്രിവേണിയുടെ അർജുന്റെയും കാര്യത്തിലെ ഇതുപോലെ തന്നെ സംഭവിക്കും. ഇപ്പൊ ഞാനൊരു കോമഡി പീസായിരിക്കും, പക്ഷെ ഞാൻ പറയുന്നതൊക്കെ സത്യമായിരിക്കും. അല്ല, സത്യമാണല്ലോ. നീ എന്ത് സത്യം പറഞ്ഞു നീ പറയണേ? ത്രിവേണി അർജുന ഒളിച്ചോടി പോയിന്ന്. എന്റെ പൊന്നഞ്ചു, നിനക്ക് വേറെ ഒരു പണിയില്ലേ? നീ തന്നെയല്ലേ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഇന്നലെ വിളിച്ചത് കിഷോർ എണ്ണ? നിങ്ങളുടെ കൊച്ചച്ഛനല്ലേ? അങ്ങേര് പെരും കള്ളനാ. അങ്ങേരെ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. അതും ഞാൻ കണ്ടെത്തിയ വേറൊരു സത്യം. എന്റെ പൊന്നോ, നിങ്ങൾ കേട്ടോ? ഇന്നലെ രണ്ടും കൂടി ഒന്നിച്ചായിരുന്നു താമസം. അവരുടെ ഹണിമൂണും അവരുടെ ഫസ്റ്റ് നൈറ്റും. മൂന്നാമത്തെ സത്യമായിരിക്കും അല്ലേ? വല്ല പാവയായിരുന്നെങ്കിൽ ബാറ്ററിയെങ്കിലും ഉരുവെക്കായിരുന്നു. അപ്പൊ അതും പറ്റില്ലല്ലോ. എടി, നിനക്ക് എന്റെ വായി വെച്ചൊന്നും മിണ്ടാതിരുന്നൂടെ? ഞാൻ ഉണ്ടു. നിങ്ങൾ കണ്ടോ? അവർക്ക് തിരിച്ചു വരാനുള്ള വല്ല പ്ലാനും ഉണ്ടെങ്കിൽ രണ്ടും രണ്ടു വഴിക്കേ വരുള്ളൂ. ഒന്നെങ്കിൽ ആദ്യം അർജുൻ വരും, പിന്നെ ത്രിവേണി വരും. അല്ലെങ്കിൽ ആദ്യം ത്രിവേണി വരും, എന്നിട്ട് അർജുൻ വരും.
എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ മുന്നിൽ നാടകം കളി. എടി അവര് പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ, അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അതിന് നിനക്കിപ്പോ എന്താ? അങ്ങനെ ഇപ്പൊ ചെയ്യണ്ട. അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ട. ഞാൻ സമ്മതിക്കൂല. ഇനിയിപ്പൊ അവനെങ്ങാനും അവളുടെ ഒപ്പം എന്നോട് പറയാതിരിക്കും.